നിർമ്മാതാക്കളുടെ സംഘടനയിലെ തർക്കവും സാന്ദ്ര തോമസിന്റെ തുറന്നു പറച്ചിലുമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ നിറഞ്ഞത്. ഇതിൽ സാന്ദ്ര തോമസിന്റെ വാക്കുകൾ വീണ്ടും ഞെട്ടിക്കുന്നതാണ്. മമ്മൂട്ടി തന്നെ വിളിച്ച് സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണെന്നാണ് സാന്ദ്ര ആവർത്തിക്കുന്നത്. മമ്മൂട്ടിക്കെതിരെ സാന്ദ്ര നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കിടവെച്ചതാണ്. സാന്ദ്ര തിരുത്തണം മറ്റുമെന്നുമുള്ള നിലപാടുകളും ആവശ്യങ്ങളും ഒക്കെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തുടങ്ങിയതുമാണ്. പക്ഷേ സാന്ദ്ര വീണ്ടും ആവർത്തിക്കുന്നു, മമ്മൂട്ടിയുടെ വാക്കുകൾ തന്നെ മാനസികമായി തകർന്നു നിൽക്കുമ്പോൾ ആ നിലപാട് അതീവ പ്രയാസമുണ്ടാക്കി. എപ്പോഴും പ്രതികരിക്കുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കാൻ നടക്കുന്നവരാണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ. സിനിമകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നത് അവരുടെ നിലപാടാണ്. ഹേമ കമ്മിറ്റിക്ക് ശേഷവും ലൈംഗിക അതിക്രമങ്ങളും കാസ്റ്റിംഗ് കൗച്ചും മലയാള സിനിമയിൽ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ പുതിയ രീതികളിലാണ് ഇത് നടക്കുന്നതെന്നും സാന്ദ്ര തുറന്നടിച്ചു. Q18 സാന്ദ്ര തോമസിന്റെ പ്രതികരണം. ആദ്യം നമുക്ക് കേൾക്കാം സാന്ദ്രയുടെ വാക്ക്. മമ്മൂട്ടി വിളിച്ചു, മമ്മൂട്ടിക്കെതിരെ പറഞ്ഞു, അങ്ങനെ മമ്മൂട്ടിക്കെതിരെ ഒക്കെ പറയാൻ സാന്ദ്ര എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. പിന്നെ കുറെ കമന്റുകളൊക്കെ മമ്മൂട്ടി ഇതിനകത്തേക്ക് വലിച്ചിട്ടു, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചവരുണ്ട്. എന്നോടൊരു ചോദിച്ച ചോദ്യമാണ്. ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും ഉന്നത പൊസിഷനിലിരിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എന്നെ വിളിച്ചിരുന്നോ, അവരിതിനെ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണോ ഉണ്ടായത് അത് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ വെള്ളം കലർത്തിയിട്ടില്ല, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതൊരു റൈറ്റ് ടൈമിലല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത്. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിനകത്തും സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷയത്തിനകത്തും പ്രതികരിക്കില്ല, അല്ലെങ്കിൽ വളരെ സേഫർ സോണിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ് മെഗാ സൂപ്പർ താരങ്ങൾ എന്നാണ്. അതവരുടെ നിലപാട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നിലപാട്. അവർക്കത് സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ പ്രതികരിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഇതുപോലെ വിളിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. അത് അവരുടെ നിലപാടാണ്. അതിൽ ചോദ്യം ചെയ്യാൻ നമ്മളാരും അല്ലല്ലോ. ഈ ഹേമ കമ്മിറ്റി എന്തായാലും ഈ കറക്റ്റ് ഒരു വർഷം ആവുന്ന സമയം സെക്ഷൽ ഹറാസ്മെന്റും കാസ്റ്റിംഗ് കൾച്ചും മലയാള സിനിമയിൽ അവസാനിച്ചോ? ഇല്ല, അവസാനിച്ചിട്ടില്ല. അത് രീതി മാറിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പഴയ രീതിയല്ല, പുതിയ രീതികൾ മാറുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല. അതാ ഞാൻ പറഞ്ഞ, ഒരു സേഫ് സ്പേസ് ആയിട്ടില്ല. ഇതാണ് സാന്ദ്ര തോമസിന്റെ വാക്കുകൾ. അപർണ കുറുപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് സാന്ദ്ര വീണ്ടും തൻ്റെ നിലപാട് ആവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപർണ കുറുപ്പ് തന്നെ നമുക്കൊപ്പമുണ്ട്. അപർണ, ഈ സാന്ദ്ര മമ്മൂട്ടിക്കെതിരായ പരാമർശം ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ ഇത്തരത്തിലുള്ള സ്ത്രീ അധിക്ഷേപ പരാതികൾ ഒതുക്കി തീർക്കാൻ ബോധപൂർവമായി ഇടപെടുന്നു എന്നൊരു വലിയ ആക്ഷേപം കൂടി സാന്ദ്ര ഉന്നയിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സാന്ദ്ര പറഞ്ഞ പൂർണ്ണ രൂപം? സജിത്ത്, ഹേമ കമ്മിറ്റി ഉയർത്തിവിട്ട ആ വലിയ ഒരു മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണെന്ന് ധരിച്ച ആ ഒരു കാലമുണ്ട്. കൃത്യം ഒരു വർഷമാകുമ്പോഴും എവിടെയും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പഴയതിലും മോശമാണ് മലയാള സിനിമ എന്നുകൂടി എടുത്തു പറയേണ്ട ഒരു, പ്രത്യേകിച്ച് താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഈ വാക്കുകൾ കൂടി നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചത്? ഏതെങ്കിലും തരത്തിൽ നവീകരിക്കപ്പെട്ടോ? ഹേമ കമ്മിറ്റി കൃത്യമായിട്ടുള്ള ദിശയിൽ പോയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. സിനിമാ കോൺക്ലേവ് നടന്ന് കൃത്യമായ ദിശയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് സർക്കാരും സിനിമാ വകുപ്പ് ചുമതലയുള്ള മന്ത്രിയടക്കം പറയുമ്പോൾ പോലും ഇതല്ല നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. സാന്ദ്രയുടെ ഈ തുറന്നു പറച്ചിൽ ഏതെങ്കിലും, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് ബന്ധപ്പെട്ട് സാന്ദ്ര പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഊന്നി നിൽക്കുകയാണ് സാന്ദ്ര. അത് നമ്മൾ കണ്ടതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും അമ്മയുടെ തെരഞ്ഞെടുപ്പാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ശ്വേതാ മേനോനെതിരെ ഉണ്ടായ കള്ളക്കേസുകളടക്കം ഇതിന് പിറകിൽ ഒരു കോക്കസാണ് എന്ന് പറഞ്ഞ് ഉയർന്ന പരാതികളടക്കമൊക്കെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി വേണം, അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം സാന്ദ്ര തോമസിന്റെ നിലപാടിനെ എടുത്തു വായിക്കാൻ.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി സംസാരിക്കുകയും മമ്മൂട്ടി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുകയും ചെയ്തിടത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സാന്ദ്രയ്ക്കെതിരെ ഉണ്ടായി. മമ്മൂട്ടിയെപ്പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മെഗാ താരത്തിനെതിരെ എങ്ങനെയാണ് സാന്ദ്രയ്ക്ക് വിമർശനം ഉന്നയിക്കാൻ കഴിയുന്നത്? അറിയാതെ പറഞ്ഞതുമാണ്, തെറ്റ് തിരുത്തി സാന്ദ്ര പറയും. ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പോലും ഇതൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ സാന്ദ്ര അതിന് മറ്റൊരു ഉത്തരമാണ് പറയുക എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സാന്ദ്ര പറയുന്നത് താൻ വളരെ മോശം ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ ഭീഷണിയുടെ സ്വരത്തിലാണ് വിളിച്ചത് എന്നുള്ളത്. അതായത് ഇങ്ങനൊരു സിനിമയിൽ നിന്ന് പിന്മാറിയതിനടക്കം മേജർ രവി അടക്കം വളരെ താൻ നൽകിയ പിന്തുണ വരെ പിൻവലിച്ചുകൊണ്ടാണ് സാന്ദ്രയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. അതിനെ തുടർന്ന് വിജയ് ബാബു നടത്തിക്കൊണ്ടേയിരിക്കുന്ന പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഔദ്യോഗിക പാനൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം നേടുമ്പോൾ പോലും ഇതിനെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് സാന്ദ്ര പറയുന്നുണ്ട്. ഈ സാന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും സ്ഥിരീകരിച്ചുകൊണ്ടാണ് രാജിവെച്ച് ആ പാനലിനൊപ്പം ഉണ്ടായിരുന്ന സജി നന്ദിയായിട്ട് പുറത്തു വരികയും ചെയ്തത്. അതായത് ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പുകയുന്നുണ്ട്, അതൊക്കെ പുറത്തോട്ട് വരുന്നു. സാന്ദ്ര പറഞ്ഞത് സാന്ദ്രയുടെ മാത്രം വെർഷനല്ല എന്നുള്ള വ്യക്തമാകുന്ന ചില സാഹചര്യങ്ങൾക്കിടയിൽ കൂടിയാണ് മുൻപ് പറഞ്ഞ കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. താൻ ശരിക്കും പറഞ്ഞതാണ്, തന്നോട് മെഗാ താരം വിളിച്ച് സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിലാണ് എന്ന് പറയുന്നിടത്ത് താൻ ഈ പറയുന്നിടത്ത് നിന്ന് ഒരല്പം പോലും ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നില്ലല്ലോ, ഞാൻ അതിൽ തന്നെ നിൽക്കുകയാണല്ലോ, എൻ്റെ ആ പ്രയാസത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ മറു ചോദ്യം ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അത് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടതാണ്, കേരളത്തിലെ പ്രേക്ഷകർ കണ്ടതാണ്. നടി ആക്രമിക്കപ്പെട്ട സമയത്തിലടക്കം വളരെ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ത് നിലപാടെടുത്തു, എങ്ങനെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടായി എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. പലതും ഈ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് ഈ തരത്തിലുള്ള ധൈര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഈ പ്രതികരണം നടത്താനുള്ള ആർജവമോ ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ പലരെയും സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുത്തു എന്നുള്ളത് അന്ന് തൊട്ടേ ഉയർന്ന വിമർശനമാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പല പേരുകൾ വരുമ്പോഴും ആ പേരുകളിൽ പ്രതികരണങ്ങൾ ആരാഞ്ഞപ്പോഴും കഴിഞ്ഞ വർഷം ഏകദേശം ഓഗസ്റ്റാണ്, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പലരും പ്രധാനപ്പെട്ട താരങ്ങൾ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പല വിഷയങ്ങളിലും പ്രതികരിക്കേണ്ട ബാധ്യത ഉണ്ടാവും? ഈ ബാധ്യതയിൽ നിന്ന് പിന്മാറുന്നത് കൊണ്ടാണോ, അതോ പല പേരുകളും പല റിപ്പോർട്ടുകളിൽ പരാമർശിച്ചത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരാൾ പറയുന്നത്, സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ അവരെ പിന്തിരിപ്പിക്കുകയാണ്, ഈ പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക, പിന്തിരിപ്പിക്കുക, ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് ഒട്ടും ശുഭകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇത്രയുമേറെ വന്നിട്ടും ഹേമ കമ്മിറ്റിയിൽ ഇത്രയേറെ ചർച്ചകൾ നടന്നിട്ട് പോലും ഇത് തന്നെയാണ് തുടരുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചോദിക്കും, WCC അടക്കം ഹേമ കമ്മിറ്റിയുടെ വിഷയത്തിൽ പലപ്പോഴും ചോദിക്കുമ്പോൾ പറയാറുള്ളത് കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള, അല്ലെങ്കിൽ അതുമാത്രമല്ല സെക്ഷൽ ഹറാസ്മെൻറ്റ് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പല അവകാശങ്ങളും നേടിയെടുക്കാൻ ഹേമ കമ്മിറ്റി വഴി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അത് സാന്ദ്രയും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ലൈംഗിക അതിക്രമങ്ങൾ മാറിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, കാസ്റ്റിംഗ് കൗച്ച് അവസാനിച്ചിട്ടില്ല, പുതിയ രീതികൾ അവലംബിക്കുന്നു. അങ്ങനെ പുതിയ രീതികൾ അവലംബിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ചില അനുഭവങ്ങളെക്കുറിച്ച് മറ്റു ചിലരുടെ അനുഭവങ്ങളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്, അത് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആ തരത്തിൽ ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ പലതും പോയി മുഖങ്ങളായിരുന്നു. ഈ കെട്ടിപ്പൊക്കിയതൊക്കെ പലതും പ്രഹസനമായിരുന്നു. ഇത്രയേറെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നവീകരിക്കാൻ കഴിഞ്ഞില്ല? വളരെ പ്രധാനപ്പെട്ട നിലയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ പോലും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് എന്ന് സാന്ദ്ര പറയുമ്പോൾ ഒറ്റയടിക്ക് അത് തള്ളിക്കളയാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. സജിത്ത്, അപർണ, ഒരു കാര്യം കൂടി, സാന്ദ്ര തോമസിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാക്കുന്ന അവരൊരു നിർമ്മാതാവാണ്. അതായത് സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിലടക്കം നടക്കുന്ന വെല്ലുവിളികളും സാഹചര്യങ്ങളും കൃത്യമായ ബോധ്യമുള്ള ആളാണ്. അതിനുമപ്പുറം അഭിനേത്രിയാണ്, സാഹചര്യങ്ങൾ കൃത്യമായിട്ടും അറിയാം. അപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ളവർ അടുത്തിടെ അമ്മയിലെ തർക്കമുണ്ടായപ്പോൾ പോലും നമുക്കറിയാം ഇവരുടെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാവാതെ പോയതാണ് സാഹചര്യം ഇങ്ങനെ ഉണ്ടായത് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ സാന്ദ്ര പറയുന്നത് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത ഈ മുൻനിര താരങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയിലെ തർക്കവുമായി ബന്ധപ്പെട്ട്